ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ ശ്ലോകം 23. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. നയേനം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്തി ആപഃ ന ശോഷയതി മാരുത. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനോ അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ഉണക്കാനോ കഴിയുകയില്ല. ശാസ്ത്രീയമായ എത്ര ഉപകരണങ്ങളുണ്ടായാലും ആത്മാവിനെ കീറിമുറിക്കാനോ നശിപ്പിക്കാനോ അവയ്ക്ക് സാധ്യമല്ല. ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്നും വേർപെടുത്താനും സാധ്യമല്ല. കാരണം അവ പരമാത്മാവിൻ്റെ തന്നെ ഭിന്ന അംശങ്ങളാണ്. മായാശക്തിയിൽ നിന്നും മോചനം ലഭിച്ചാലും ജീവാത്മാവ് പ്രത്യേകമായ വ്യക്തിത്വം പുലർത്തുന്നു. ആത്മാവ് നമ്മുടെ ശരീരമാകുന്ന രഥത്തിലെ തേരാളിയാകുന്നു. ജീവിതമാകുന്ന യാത്രയിൽ ആത്മാവാകുന്ന സാരഥി നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ശ്ലോകം 24. അച്ഛേദ്യോയമദാഖ്യോയം അക്ലേദ്യോ സോഷ്യയേവ ച നിത്യസർവഗതസ്ഥാണു അജലോയം സനാതനഃ. അച്ഛേദ്യ അയം അദാഖ്യ അയം അക്ലേദ്യ അയം അശോഷ്യ ഏവ ച നിത്യ സർവഗത സ്ഥാണുഃ അചല അയം സനാതന. അച്ഛേദ്യോയമദാഖ്യോയം അക്ലേദ്യോ അശോഷ്യയേവ ച നിത്യസർവഗതസ്ഥാണു അജലോയം സനാതനഃ. ഈ ആത്മാവിനെ മുറിപ്പെടുത്താനോ ദഹിപ്പിക്കാനോ നനയ്ക്കാനോ ഉണക്കാനോ കഴിയാത്തതാണ്. കാരണം ആത്മാവ് നാശമില്ലാത്തവനും സർവവ്യാപിയും സ്ഥിരമായതും ചഞ്ചലമില്ലാത്തവനും ആദ്യന്തം ഇല്ലാത്തവനുമാണ്. ശ്ലോകം 25. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അവ്യക്ത അയം അചിന്യ അയം അവികാര്യ അയം ഉച്യതേ തസ്മാത് ഏവം വിദിത്വ ഏനം ന അനുശോചിതും അർഹസി. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ആത്മാവ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയും വിധം വ്യക്തമായ രൂപത്തോടു കൂടിയതല്ലെന്നും മനോബുദ്ധിക്ക് ചിന്തിച്ചറിയാൻ കഴിയുന്നതല്ലെന്നും പരിണാമഭേദങ്ങളോടു കൂടിയതല്ലെന്നും ജ്ഞാനികൾ പറയുന്നു. ഈ ആത്മാവിനെ ഇപ്രകാരം അറിഞ്ഞിട്ട് നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. ഹരി ഓം.